ഞാൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്താലോ എന്ന് ആലോചിക്കുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ട്രേഡിംഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ട്. എനിക്കൊരു ഓൺലൈൻ ആപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ വെർച്വൽ പേപ്പർ ട്രേഡിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വളരെ ചെറിയൊരു തുക കൊടുത്ത് ഫാന്റസി ഗെയിംസിലും ട്രേഡിംഗ് ലീഗ്സിലും പങ്കെടുക്കാൻ കഴിയും. അത് മാത്രമല്ല, വലിയ ക്യാഷ് പ്രൈസുകളും ബോണസും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ദാ നോക്ക്. പക്ഷെ ഇതുകൊണ്ട് എന്താവാനാ? ഇത് വെർച്വൽ അല്ലേ, ഇത് ഒറിജിനൽ അല്ലല്ലോ. അതെ, പക്ഷേ ഇതിലും ഒറിജിനൽ ഷെയർ മാർക്കറ്റിലും ട്രേഡിംഗ് ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതിന്റെ ട്രേഡിംഗ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ റിയൽ ടൈം ഡാമോ ബേസ് ചെയ്തിട്ട് തന്നെയാ. അങ്ങനെയാണോ? എന്നാ എനിക്ക് ഈ ആപ്പിന്റെ ഡൗൺലോഡ് ലിങ്ക് അയക്കാമോ? ദാ പിടിച്ചോ, അയച്ചിട്ടുണ്ട്. എന്നാ ഞാനിതാ ഡൗൺലോഡും ചെയ്തിട്ടുണ്ട്. ഇനി പറയേ, എങ്ങനെയാ തുടങ്ങണ്ടേ? നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തോ, എന്നിട്ടൊരു ചെറിയ ഫീസ് അടച്ചിട്ട് അക്കൗണ്ട് തുറന്നോ. എളുപ്പമല്ലേ? ആ ഒന്ന് നിന്നെ. നീ ഓൺലൈൻ ഗെയിമിഫിക്കേഷൻ വഴി ട്രേഡിംഗ് നടത്തുന്ന കാര്യമല്ലേ പറഞ്ഞത്? അതിന് പൈസയോ അടയ്ക്കണം. ആ, പക്ഷെ നിനക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണോ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം? ആധികാരികം തന്നെയാണോ? അൺരജിസ്റ്റേർഡ് ഇന്റർമീഡിയറീസ് വഴിയും അതുപോലെ അറിയാത്ത പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ നിക്ഷേപമോ ട്രേഡിംഗോ ചെയ്യുന്നത് വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വെറും ഒരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലേ? എന്നുവെച്ച് നിയമാനുസൃതമാണോന്നില്ലല്ലോ. ആപ്പിനെ കുറിച്ച് ശരിക്കും അറിയാതെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അത് ചിലർ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും പേര് യൂസ് ചെയ്യുന്ന ആപ്പ് സേഫ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അത്തരം കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. ഇത്തരം ഗെയിമിംഗ് ആപ്സ് എളുപ്പത്തിൽ സമ്മാനവും ബോണസും ഒക്കെ കിട്ടുമെന്ന് മോഹിപ്പിച്ച് നമ്മളെ കൊടുക്കും. പിന്നെ നഷ്ടങ്ങൾ ഉണ്ടാവുകയോ പണം തിരിച്ചെടുക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരു നിയമത്തിനും കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും ഓർമ്മ വയ്ക്കൂ, നിങ്ങൾ എന്നെന്നും രജിസ്റ്റേർഡ് ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചസ് വഴി മാത്രം നിക്ഷേപമോ ട്രേഡിംഗോ നടത്താൻ നോക്കുക. ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ, ശരിയായിടത്ത് നിക്ഷേപിക്കൂ.